സർക്കാരിനെ വീണ്ടും പിന്തുണച്ച് NSS ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തത് സർക്കാർ നിലപാട് മാറ്റിയതുകൊണ്ടാണെന്ന് ജി സുകുമാരൻ നായർ പറഞ്ഞു. സംഗമത്തിൽ നിന്നും വിട്ടുനിന്ന ചില രാഷ്ട്രീയ പാർട്ടികൾ NSS നിലപാടിനെ രാഷ്ട്രീയമായി ചിത്രീകരിച്ചു. സ്വർണ്ണ കവർച്ചാ കേസിൽ രാഷ്ട്രീയ താൽപര്യങ്ങൾ വെച്ചുകൊണ്ടുള്ള ദുഷ്പ്രചാരണങ്ങൾ തെറ്റാണെന്നും NSSനെ കരുവാക്കാമെന്ന് ആരും കരുതേണ്ടെന്നും സുകുമാരൻ നായർ പറഞ്ഞു. വിവരങ്ങളുമായി ബിനിൽ ലീല സാബു ചേരുന്നു. ബിനിൽ, എവിടെ വെച്ചാണ് അദ്ദേഹം പറഞ്ഞത്, സുകുമാരൻ നായർ ഇക്കാര്യം പറഞ്ഞത്? ഇത് NSSന്റെ അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട നിലപാടിന്റെ ന്യായീകരണം എന്ന നിലയ്ക്ക് നിന്ന് മാറിയിട്ട് സർക്കാരിനുള്ള പിന്തുണ എന്ന നിലയിലേക്കാകുന്നത് എന്തുകൊണ്ടാണ്? സനീഷ്, ഇന്ന് അഖില കേരള നായർ പ്രതിനിധി സമ്മേളനം ഉണ്ടായിരുന്നു. ചങ്ങനാശ്ശേരിയിൽ വെച്ചാണ് അത് ഉണ്ടായിരുന്നത്. അതിലാണ് ഈ നിലപാട് സുകുമാരൻ നായർ വീണ്ടും വ്യക്തമാക്കിയത്. ആഗോള അയ്യപ്പ സംഗമത്തിന് പുറമെ ഇന്ന് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യത്തിലെ അദ്ദേഹത്തിന്റെ പ്രതികരണമാണ്. അതൊരു കത്ത് രൂപത്തിലാണ് അദ്ദേഹം അത് അവതരിപ്പിച്ചത്. അതിൽ ഏറ്റവും പ്രധാനം ഈ സ്വർണ്ണക്കൊള്ളയിൽ NSSന് കൃത്യമായ നിലപാടുണ്ട്. അതിൽ കുറ്റക്കാരാരായാലും അവരെ കണ്ടുപിടിക്കണം. അതിന് ഇവിടെ സർക്കാർ സംവിധാനങ്ങളുണ്ട്, കോടതിയുണ്ട്. സർക്കാർ സംവിധാനങ്ങൾ കൃത്യമായി തന്നെ ഇതിൽ ഇടപെടുന്നു. അവർ അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്നുണ്ട്. അതിലെന്തെങ്കിലും പാളിച്ചു ഉണ്ടായാൽ മാത്രമാണ് NSS ഇടപെടുക എന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല, ഇതിൽ എന്തെങ്കിലും രാഷ്ട്രീയപരമായി കാര്യങ്ങൾ ഉന്നയിച്ച് അതിനെ മുന്നോട്ട് പോകുന്നത് ദുഷ്ടലാക്കാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. മറ്റൊന്ന് നേരത്തെ പറഞ്ഞ കാര്യമാണ്. അയ്യപ്പ സംഗമത്തിൽ സർക്കാരിന് അദ്ദേഹം പിന്തുണ നേരത്തെ പ്രഖ്യാപിച്ചതാണ്. സർക്കാർ നിലപാട് മാറ്റിയത് കൊണ്ടാണ് ആ പിന്തുണ ഉണ്ടായത് എന്നാണ് അദ്ദേഹം ഇന്നും ആവർത്തിച്ചത്. ഈ NSS അംഗങ്ങൾക്ക് ഏത് രാഷ്ട്രീയ പാർട്ടിയിലും പിന്തുണ കൊടുക്കാം, അവർക്ക് പാർട്ടിയിൽ പ്രവർത്തിക്കാം. പക്ഷേ NSS ഔദ്യോഗികമായി ഒരു ശരിദൂരമാണ് ഉള്ളത്. അത് അന്ന് ആവർത്തിക്കുകയാണ് ചെയ്തത്. പക്ഷേ അന്ന് ഈ നിലപാട് NSSന്റെ ഈ നിലപാട് ചില രാഷ്ട്രീയ പാർട്ടികൾ ആഗോള അയ്യപ്പ സംഗമത്തിൽ നിന്ന് വിട്ടുനിന്നു. അവർ അതിനെ രാഷ്ട്രീയമായി ഉപയോഗിച്ചു. ആ രാഷ്ട്രീയ ദുഷ്ടലാക്കാണ്. അതിൽ NSSനെ കരുവാക്കാമെന്ന് കരുതേണ്ട എന്നും അദ്ദേഹം പറയുന്നു. എന്തായാലും അതിനപ്പുറം സ്വർണ്ണക്കൊള്ളയിലെ സർക്കാരിന്റെ അന്വേഷണത്തെ പിന്തുണയ്ക്കുകയാണ് NSS ഇപ്പോൾ ചെയ്യുന്നത്. ശരി, നന്ദി ബിനിൽ. വിവരങ്ങൾക്ക്. സ്വർണ്ണക്കൊള്ളയിലെ സർക്കാരിന്റെ നിലപാടിനെ പിന്തുണയ്ക്കുകയാണ്. സർക്കാരിന് പിന്തുണ എന്നതിനേക്കാൾ കൂടുതൽ സ്വന്തം നിലപാട് ഒന്നുകൂടെ വ്യക്തമാക്കാനാണ് അതിനകത്ത് ശ്രമിച്ചുള്ളത്. ഇതാ ഇങ്ങനെയാണ്: ബഹുഭൂരിപക്ഷം ഈശ്വരവിശ്വാസികളുടെ വികാരം മനസ്സിലാക്കി ഗവൺമെന്റ് ശബരിമല വിഷയത്തിൽ സ്വയമേവ നിലപാട് മാറ്റുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ശബരിമലയിൽ ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ ഭക്തജനങ്ങൾക്ക് ദർശനം നടത്താനുള്ള സാഹചര്യം ഒരുക്കുകയും ചെയ്തു. ഗവൺമെന്റിന്റെ ഈ നിലപാട് മാറ്റത്തിൽ വിശ്വാസികൾ സന്തോഷിച്ചു. അതോടൊപ്പം തന്നെ ഗവൺമെന്റ് മുൻകൈയെടുത്ത ആഗോളതലത്തിലുള്ള വിശ്വാസികളുടെ ഒരു അയ്യപ്പ വിശ്വാസികളുടെ പ്രതിനിധികളെ പങ്കെടുപ്പിച്ച് ശബരിമല ക്ഷേത്രത്തിലെ വികസനത്തിനായി സമ്മേളനം പമ്പയിൽ വിളിച്ചുകൂട്ടുകയുണ്ടായി. ആചാരാനുഷ്ഠാനങ്ങൾ പഴയതുപോലെ തന്നെ നിലനിർത്തുമെന്നുള്ള ഗവൺമെന്റിന്റെ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ NSSനും അതിൽ പങ്കെടുക്കേണ്ട ധാർമ്മികമായ ഉത്തരവാദിത്തം ഉണ്ടായി. അപ്പോഴാണ് പ്രക്ഷോഭത്തിൽ നിന്നും വിട്ടുനിന്ന രാഷ്ട്രീയ പാർട്ടികൾ NSSന്റെ നിലപാടിനെ രാഷ്ട്രീയമായി ചിത്രീകരിച്ചുകൊണ്ട് മുതലെടുപ്പിനായി രംഗത്ത് വന്നത് എന്നതാണ് അദ്ദേഹത്തിന്റെ കുറിപ്പിൽ പറയുന്നത്. ജി സുകുമാരൻ നായർ ഇത് സ്വന്തം NSS ആഗോള അയ്യപ്പ സംഘത്തിന് കൊടുത്ത പിന്തുണയെ ന്യായീകരിക്കാനുള്ള വളരെ വിശദമായിട്ടൊരു കാര്യമാണ് പറയുന്നത്. പക്ഷെ അപ്പോഴും ഈ തങ്ങളെ അക്കാര്യത്തിൽ വിമർശിച്ച രാഷ്ട്രീയ പാർട്ടികളോടുള്ള ഒരു എതിർപ്പ്, വിമർശ സ്വരം അതിനകത്ത് നിലനിർത്തിയിട്ടുണ്ട് എന്നതുകൊണ്ടാണ് അത് നിശ്ചയമായിട്ടും ഒരു സർക്കാരിനുള്ള പിന്തുണ കൂടിയായി മാറുന്നത് എന്ന് വേണം കാണാൻ.